നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. എന്താ എന്താ? അയ്യോ, ഇത് കൊണ്ടിട്ട് പൊട്ടിച്ചോ? എന്ത് പറ്റിയെന്ന് അറിയില്ല മോളെ, പെട്ടെന്ന് കയ്യിൽ നിന്ന് വഴുതി പോയി. നിലത്ത് മൊത്തം ആയല്ലോ. അമ്മ അങ്ങോട്ട് മാറി, ഞാൻ വേണ്ട 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 വേണ്ട, നീ ഇനി വൃത്തിയാക്കാനൊന്നും നിക്കണ്ട. ഞാൻ വേറെ ഭക്ഷണം എടുക്കാം, നീ വേഗം പോകാൻ നോക്കിയേ. പോകാനൊക്കെ ഇനി സമയമുണ്ട്. ആദ്യം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ ആ കോരിയും തുണിയൊക്കെ എടുത്തിട്ട് വരാം. മോളെ സൂക്ഷിച്ച്, അകത്തുനിന്ന് ആ പ്ലാസ്റ്റിക്കിന്റെ ബേസിനും കൂടെ എടുക്കാം. ഒരു ഊഹം വെച്ചെടുത്തതാ, സെയിം കവർ തന്നെയാ. ഗൗതം പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഇവിടെ ഇത്രയും ഭംഗിയായിട്ട് കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്തല്ലോ. എമൗണ്ട് എത്രയായിരിക്കും? ഓ, അപ്പൊ ഇതാണ് ടെൻഡർ എമൗണ്ട്. കാണിച്ചു തരാം ഞാൻ. തോൽക്കാൻ പോകുന്ന ടെൻഡറില് കുങ്കുമൊക്കെ ചാർത്തി വെച്ചിട്ടുണ്ടല്ലോ. ഞാനായിട്ട് കുറയ്ക്കുന്നില്ല, അതുപോലെ തന്നെ മാച്ച് ചെയ്ത് വെച്ചേക്കാം. ഇനി നീ ഈ ടെൻഡർ എങ്ങനെ ജയിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഈ വസുന്ധരയെ വെല്ലുവിളിക്കാൻ വേണ്ടി ആയോടി നീ?
നേരായിട്ട് ഞാൻ വിളിക്കുന്നു. കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായി കാര്യങ്ങൾ? എന്തായി? കാര്യങ്ങളൊക്കെ സക്സസാ. നിധി കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഞാൻ കണ്ടുപിടിച്ചു. സത്യമാണോ ആന്റി? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? എങ്ങനെ ഒപ്പിച്ചെടുത്തോ എമൗണ്ട്? നിധി ഉറക്കൊഴിഞ്ഞും കഠിനാധ്വാനം ചെയ്തും പഠിച്ചും തയ്യാറാക്കിയ ടെൻഡർ ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് 24 മണിക്കൂറും വിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നത് അവരാണെങ്കിലും ദൈവം എന്റെ കൂടെയാ. കൃത്യമായി ഏട്ടത്തി ഒരു പാത്രം കൊണ്ടുവച്ച് പൊട്ടിച്ചും തന്നു. ദൈവമായിട്ടുണ്ടാക്കി തന്നൊരവസരം. എത്രയാണ്ടി അവളെ കൊട്ടേഷന് വെച്ചിരിക്കുന്ന എമൗണ്ട്? എത്രയാണെന്നൊന്ന് പറ. അതിനി പറഞ്ഞറിയണ്ട, കണ്ടറിഞ്ഞോ നീ? ഞാൻ എടുത്ത കൊട്ടേഷന്റെ ഫോട്ടോസ് ഞാൻ നിന്റെ മൊബൈലിലേക്ക് അയച്ചിട്ടുണ്ട്. അയ്യോ, അയച്ചായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. സമയം കളയണ്ട, വേഗം അത് കൊണ്ടുപോയി ജ്യോതിർമയെയും CKCയെയും കാണിച്ചു കൊടുക്ക്. എന്നിട്ട് സമയം പോലെ ജ്യോതിർമയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. ശരി ആന്റി. അങ്കിളും ആന്റി ഇവിടെ ടെൻഷനിലിരിക്കാൻ. ഞാൻ ചെല്ലട്ടെ? ശരി. ഇനിയും കാത്തിരുന്ന ആ ടെൻഡറിൽ പോലും പങ്കെടുക്കാൻ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ജ്യോതി. ആ വസുന്ധരയും കൂടി ചേർന്ന് നമ്മളെ ചതിക്കുകയാണോന്നാ ഇപ്പൊ എന്റെ സംശയം. എന്തായാലും നീ ഒന്ന് വിളിച്ചു നോക്ക്, അത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ത് വേണോന്ന്. ആന്റി, അങ്കിളെ, നിധി ടെൻഡറിന് വേണ്ടി കോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് വസുന്ധര ആന്റി എന്നെ വിളിച്ച് പറഞ്ഞു. ആന്റി ഇപ്പൊ എന്നെ വിളിച്ചതേ ഉള്ളൂ. നിധിയുടെ കൊട്ടേഷൻ പേപ്പറിന്റെ ഫോട്ടോ ആന്റി ഇപ്പൊ എനിക്ക് അയച്ചിരിക്കുന്നു. എത്രയാ ശിവാനി നിധി കോട്ട് ചെയ്തിരിക്കുന്നത്? നോക്ക്, ഞാൻ കാണിച്ചുതരാം. നോക്ക് നോക്ക്. $50 കോടി. ഇത് നഷ്ടമാണല്ലോ ജ്യോതി. ലാഭവും നഷ്ടവും ഈ കാര്യത്തിൽ നോക്കണ്ട. അവൾ 50 കോടി കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 1000 രൂപ കുറച്ച് നമുക്ക് ആ എമൗണ്ട് ഫിക്സ് ചെയ്യണം. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. എനിക്കിത് ജയിച്ചേ പറ്റൂ. യെസ്, നമ്മളിതിൽ ജയിക്കും. നിധി 50 കോടി കോട്ട് ചെയ്തുവെങ്കിൽ CKC എന്റർപ്രൈസസിന്റെ എമൗണ്ട് 49,99,99,000.